ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വിജയം. 48 സീറ്റുകൾ ബി.ജെ.പി നേടിയപ്പോൾ ആം ആദ്മി പാർട്ടി 22 സീറ്റിലൊതുങ്ങി. കോൺഗ്രസിനാകട്ടെ ഇക്കുറിയും അക്കൗണ്ട് തുറക്കാനായില്ല. തോൽവിക്കൊപ്പം പ്രധാന നേതാക്കളായ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും പരാജയപ്പെട്ടത് ആം ആദ്മിക്ക് ഇരട്ടി പ്രഹരമായി. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഡൽഹിയിൽ ബി.ജെ.പി അധികാരത്തിൽ തിരിച്ചെത്തുന്നത്. ഒരു പതിറ്റാണ്ടുകാലത്തെ ആം ആദ്മിയുടെ ആധിപത്യം തകർത്താണ് ഡൽഹിയിൽ ബി.ജെ.പി അധികാരത്തിലെത്തുന്നത്. ശക്തി കേന്ദ്രങ്ങളിലെല്ലാം മുന്നേറി എ.പി.യെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ബി.ജെ.പിയുടെ തേരോട്ടം. ആം ആദ്മിയുടെ മുതിർന്ന നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ തുടങ്ങിയവരും ഈ മുന്നേറ്റത്തിൽ കടപുഴകി. ന്യൂഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയും ജഗ്പുരയിൽ മനീഷ് സിസോദിയെ അടിയറവ് പറയിപ്പിച്ച തർവീന്ദർ സിംഗും ബി.ജെ.പിയുടെ വിജയത്തിന്റെ ശോഭ ഇരട്ടിയാക്കി. മദ്യനയ അഴിമതി ഉൾപ്പെടെ ആം ആദ്മി നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും മധ്യവർഗ വിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്ന ബജറ്റ് തീരുമാനങ്ങളും ബി.ജെ.പിക്ക് അനുകൂലമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റ് നേടിയതും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി പാർട്ടി കണ്ടു. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഡൽഹിയിൽ ബി.ജെ.പി അധികാരത്തിൽ തിരിച്ചെത്തുന്നത്. 1998 ശേഷം ഡൽഹി ഭരണം ബി.ജെ.പിക്ക് കിട്ടാക്കനിയായി മാറുകയായിരുന്നു. ആദ്യം കോൺഗ്രസും പിന്നീട് ആം ആദ്മിയും ആധിപത്യം തുടർന്നപ്പോൾ ബി.ജെ.പി ചുരുക്കം സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങി. മികച്ച പ്രവർത്തനത്തിലൂടെയും ഏകോപനത്തിലൂടെയുമാണ് വർഷങ്ങൾക്കിപ്പുറം ബി.ജെ.പി ഇന്ദ്രപ്രസ്ഥത്തിൽ വിജയം കൈയടക്കിയത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.